ടാടാ. ഹലോ ഗൈസ്, നമസ്കാരം. അബ്സ്കോണോട് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബടാ ദിവസമില്ല, പകരം നാളെ വർഷനീൻ്റെ മുത്തിനെയും കൊണ്ട് പോയാണ്. എട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടേക്ക് ഒരു കല്യാണ ട്രിപ്പാണ്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇനി അങ്ങോട്ടേക്ക് നേരിട്ട് നിന്നിട്ട് പറയാം. പിന്നെ വേറൊരു കാര്യം, അടിച്ചിട്ടുണ്ടല്ലോ, വീഡിയോ ഇട്ടിട്ട് കാണാത്ത കുറേ എണ്ണുണ്ട്, കാണിച്ചു തരാമല്ലോ. അടിക്കണ്ടല്ലോ. നോക്കട്ടെ, നമ്മളെ ചക്കനെ ഇതാ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് വലിയ ഇതില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത സമയമില്ല. 6 മണിക്ക് പാർട്ടീൻ്റെ അടുത്തേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ അങ്ങനെ കാണാം. ഓക്കെ, ഇപ്പോൾ വണ്ടി എല്ലാം കൊണ്ട് സെറ്റാണ്. 10 മണി ഉറക്കില്ല. ഓക്കെ, കുറേ ദിവസമായി കാണാത്ത ഈ അപ്ഡേറ്റ്സ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ബോർഡ് ലൈറ്റ് ആക്കിയിട്ടുണ്ട്. എന്തുണ്ട് ബോർഡ് ലൈറ്റിൻ്റെ അപ്ഡേഷൻ? എല്ലാവരും അഭിപ്രായം പറയണം. സംഭവം കിട്ടുമായിട്ടില്ലേ? പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പറശ്ശിനീൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ. അങ്ങനെ നമ്മളെ ഇത് ഉറങ്ങിയെന്ന്, ആര് ധർമ്മശാല ഉറങ്ങിയെന്ന്. ഇത് തളിപ്പറമ്പ് ഭൂമംഗലത്തിൽ നിന്നാണ് എടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളും നമുക്ക് നോക്കാം. അത് ഇവിടെ നിർത്തിക്കൊള്ളണം, പറ്റിച്ചാൽ നമ്മളെ. ഓക്കെ, വീഡിയോ എടുക്കാൻ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പാർട്ടിയുടെ അടുത്ത് പോയിട്ട് പാർട്ടി കയറുന്ന വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് അഭയത്തിൻ്റെ അഭ്യാസം. സമയമില്ലാത്ത സമയത്ത് ചായ പിടിച്ച സമയങ്ങളിൽ നിന്ന് ഞാൻ. ഓക്കെ, വാ. അപ്പോൾ ഓട്ടിപ്പിടിച്ച് 6 മണിക്കാൻ വന്നു. സംഭവം 6 മണിക്ക് അതിനെത്തിനെങ്കിലും അവർ വരുന്നത്ര പാർട്ടി. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പുതിയ അപ്ഡേഷൻ ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണെന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് പുതിയ അപ്ഡേഷനുകൾ കണ്ടു നോക്കാം വർഷിനീൻ്റെ. ഓക്കെ, 19 ചെറിയ ഇത്രയേ ഉള്ളൂ. ബോർഡ് ലൈറ്റും മറ്റേതും. ഇപ്പോൾ യാത്രയിലാണ്. വെറുതെ കൈയടിച്ചോ? വെറുതെ യൂട്യൂബിൽ വരും. ഇപ്പോൾ ഇവരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. നേരെ പോകുന്നത് കോഴിക്കോട്ടേക്ക്. മാഹി ബൈപ്പാസിലാണ് ഉള്ളത്. ഓക്കെ, ബാക്കിയാടെ എത്തിയിട്ടാണോ വണ്ടി നിർത്തി. ആര്യഭവനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള പരിപാടികൾ കാണാം. ഓക്കെ, എല്ലാവരും അതെ. പ്രധാനപ്പെട്ട സാധനത്തിന് നോക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പരിപാടി തിരിച്ചു പോകും. ഒളിച്ചോടത്തിന് പുറത്തിറങ്ങുന്ന ഇഷ്യൂസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഹിയിലേക്കുള്ള റോഡിൽ ഇങ്ങനെ എക്സ്പ്രസ് ആയിട്ട് ഒന്നും ലംബ വരെയില്ല പായാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി അതിന് പാർട്ടീനെ ഇറക്കുന്ന വണ്ടി കയറുന്ന എല്ലാ വിശേഷങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ട്രിപ്പൊക്കെ പോയി വന്ന് പിന്നെ അടുത്തൊരു പരിപാടി വെച്ച് തന്നെ വണ്ടി കഴുകലാണ്. അത് ഏത് വണ്ടിയായാലും ട്രിപ്പ് പോയി വന്നാൽ അപ്പോൾ കഴുകണമെന്നാണ് ടാക്സിയിലെ നിയമം. ഓക്കെ, അങ്ങനെ കഴുകുന്ന വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കാണാനാകെ 2 സെക്കൻഡ് 2 മിനിറ്റിലേ ഉണ്ടാവും. പക്ഷേ ഇത് 2.5 മണിക്കൂറിൻ്റെ പ്രയത്നമാണ് ഇത് കാണുന്നത്. പിന്നെ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ ഫോണ് ചെറുങ്ങനെ വീണ് പോയി. അതാണ് പിന്നെ ഒന്നും കാണാൻ പറ്റാണ്ടുണ്ടായിരുന്നത്. അതായത് ഫുള്ള് വീഡിയോ കാണാൻ പറ്റാണ്ടിരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് വീഡിയോൻ്റെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകണം. 29 ആൾക്കാർ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇനിയും ആൾക്കാർ കാണുന്നില്ല. പ്രതീക്ഷയോടുകൂടി പുതിയൊരു വീഡിയോ ഇനിയും
എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും തളരില്ല എന്ന മനസ്സോടുകൂടി, തളരാത്ത മനസ്സോടുകൂടി മുമ്പോട്ട് പോകണം തന്നെയാണ് ആഗ്രഹമുള്ളത്. പിന്നെ ഇനി കുറച്ച് ദിവസം വീഡിയോസ് കുറവായിരിക്കും, കാരണം ചെറിയൊരു വിഷമത്തിലാണുള്ളത്. ഓക്കെ, അപ്പോൾ 100 days ചലഞ്ച് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്തിട്ടായാലുള്ളൊരു സാവകാശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്ലാസ്സാണ് കഴുകുന്നത്, അങ്ങനെ മൊത്തം ബോഡിയും എല്ലാ സാധനങ്ങളും കഴുകേണ്ടതാണ്. ഓക്കെ, ഈ ഫീൽഡിലുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ആവശ്യകത എത്രത്തോളമാണെന്നില്ല. കാരണം വണ്ടി എപ്പോഴും ഫ്രഷ് ആയിട്ടുണ്ടാകണം, നല്ല കസ്റ്റമറുടെ അടുത്തേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴും കസ്റ്റമർ കാണുമ്പോഴും ഇപ്പോൾ രീതിയിലുണ്ടാകണം. പിന്നെ വണ്ടി കഴുകിയാൽ മാത്രമേ വണ്ടിനോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾ കഴുകുന്നത് കണ്ടോ, ഞങ്ങൾക്ക് പറഞ്ഞു അടുത്ത് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, നല്ലതും മോശവും കമൻ്റായിട്ട് പറയുക. ഓക്കെ, പിന്നെ ഞാൻ നന്നാണെന്ന് വിശ്വസിക്കുന്നവർ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഒരു 29 ആളുകളുണ്ടല്ലോ എന്നെ കാണാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, ഇട്ടുകൊണ്ടേയിരിക്കും വീഡിയോ, തളരില്ല. തളരാത്ത മനസ്സുമായി ഉറച്ച കാൽവെപ്പുകളോടെ നിലപാടുകളോടൊന്നും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് തന്നെ. പിന്നോട്ടൊരു വഴിയെന്ന് പറയുന്ന സംഭവമില്ല, പിന്നോട്ടില്ല, മുമ്പോട്ടേക്ക് തന്നെ പോകും എന്ത് തന്നെ വന്നതിനാൽ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ, വീണ്ടും സന്ധിക്കും വരെ കാലേ വണക്കം ചൊല്ലി ഇവിടെ പറയാം. അടുത്ത വീഡിയോ ഇടാൻ എനിക്കും കാണാൻ നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ ബൈ. വീഡിയോ കണ്ടിട്ടില്ല, ചാളി അടിച്ചിരിക്കും കേട്ടോ.